5 മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി, അവിടുന്ന് നേരെ BEd കോളേജിൽ പോയി പഠിച്ച് അവിടുന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും BEdന്റെ എല്ലാ വർക്കും എഴുതിട്ട് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിന്ന് പറയരുത്. അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്ന് വിളിക്കുന്നത്. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി അറക്കൽ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൈൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞ ചാനലിന്റെ ഇന്റർവ്യൂക്കിടെയാണ് ശ്രീലക്ഷ്മി ചേച്ചി പൊട്ടിക്കരഞ്ഞത്. ഇങ്ങനെ പൊട്ടിക്കരയുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ സംഭവം മറ്റൊന്നുമല്ല, പുള്ളിക്കാരെ എല്ലാരും കൂടി ചേർന്ന് വെടി എന്ന് വിളിക്കുന്നു പോലും. അതാണ് പുള്ളിക്കാരുടെ സങ്കട കാരണം. എന്തായാലും ആ ഇന്റർവ്യൂവിലെ പുള്ളിക്കാരി പൊട്ടിക്കരയുന്ന ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ ഇപ്പൊ വെടിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് ആലോചിച്ചോക്കണം. രാവിലെ അല്ല, ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ സമൂഹത്തിലാണ് പറയുന്നത്. ഞാൻ 5 മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി അവിടുന്ന് നേരെ BEd കോളേജിൽ പോയി പഠിച്ച് അവിടുന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും BEdന്റെ എല്ലാ വർക്കും എഴുതിട്ട് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിന്ന് പറയരുത്. അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ വെടിയെന്ന് വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ജീവിതം. കരയല് ചേച്ചി, ഇങ്ങനെ കരയല് കണ്ടിട്ട് സങ്കടാവാണ്. ചേച്ചി ആദ്യം കണ്ണീര് തൊടാ, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. ചേച്ചിന്റെ വിഷമം നമുക്ക് മനസ്സിലാകും. ജീവിതത്തിനെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന ചേച്ചിനെ നോക്കി ഇവിടുത്തെ സമൂഹം വെടിയെന്നൊക്കെ വിളിക്കാന്നൊക്കെ പറഞ്ഞ ഭയങ്കര മോശമാണ് അതൊക്കെ. എന്തായാലും അങ്ങനെ ഞാനും ചേച്ചിനെ വിളിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്തൊക്കെയായാലും ചേച്ചി ഇത്രയും കാലം ഭയങ്കര ബോൾഡ് ആയിരുന്നു എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചത്. ചേച്ചി തന്നെ പലപ്പോഴും പലയിടത്തും വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, എന്റെ രോമത്തിൽ പോലും അത് തൊടില്ല എന്നൊക്കെ. ആ ചേച്ചി തന്നെ എന്നെ ആളുകൾ ഇങ്ങനെ വെടിയെന്നൊക്കെ വിളിക്കുന്നു പറഞ്ഞ് കരയാന്നൊക്കെ പറഞ്ഞ എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ കരയാൻ പാടുണ്ടോ? പിന്നെ മനുഷ്യന്റെ കാര്യമല്ലേ, എല്ലാ മനുഷ്യന്മാർക്കും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് അല്ലേ? ആ സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാണെങ്കിൽ എത്ര ബോൾഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഒന്ന് തകർന്നു പോകും. ശ്രീലക്ഷ്മി അറക്കലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഭയങ്കര സൈബർ അറ്റാക്ക് ആളുടെ പുള്ളിക്കാരിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശ്രീലക്ഷ്മിയെ കുറിച്ച് ഇപ്പൊ ഒരുവിധ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരി ഭയങ്കര എക്സ്ട്രീം ഫെമിനിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര പുരുഷ വിരോധവുമാണ്. ഇത് രണ്ടും ഒരേപോലെ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് ശ്രീലക്ഷ്മി ചേച്ചി. അത് കാരണം നല്ലോണം ചേച്ചിക്ക് ട്രോള് കിട്ടുന്നുമുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ദീപക് ചിംജിത കേസിൽ ചിംജിതക്ക് സപ്പോർട്ടുമായി ചേച്ചി വരുന്നത്. അതും കൂടെ ആയതോടെ ചേച്ചി ഫുൾ ടൈം എയറിലായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ദീപക് സിംജിത കേസിൽ പുള്ളിക്കാരി ജസ്റ്റ് സിംജിതയെ സപ്പോർട്ട് ചെയ്തതാണെങ്കിൽ പിന്നെയും ഓക്കെ, അതിൽ നമുക്ക് ന്യായമുണ്ടെന്ന് കരുതാം. പക്ഷെ ഇവിടെ ശ്രീലക്ഷ്മി ചേച്ചി അങ്ങനെയല്ലല്ലോ ചെയ്തത്. അവളെങ്കിൽ ന്യായീകരിച്ച് മെഴുകായിരുന്നു. അതും സാധാരണ മെഴുകലല്ല, ഒരു 1.5 മെഴുകലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് പുള്ളിക്കാർ ഇങ്ങനെ കയറാനുള്ള കാരണം. പക്ഷെ എന്ത് തന്നെയായാലും പുള്ളിക്കാരനെ വെടിയെന്ന് വിളിച്ചത് ഭയങ്കര മോശമായി പോയി കേട്ടോ. എന്ത് തന്നെയായാലും എല്ലാവരും മനസ്സിനല്ല പുള്ളേ. എനിവേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ പറഞ്ഞ ശ്രീലക്ഷ്മി ചേച്ചി ഒരു 2-3 ദിവസം മുമ്പേ മറ്റൊരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ശ്രീലക്ഷ്മി ചേച്ചി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് ആ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങളും കൂടി ഒന്ന് കണ്ടോക്കാം. അതായത് ഞാനിപ്പോ എനിക്കൊരു ഒരാളിനോട് ക്രഷ് തോന്നി. ഞാൻ എന്ത് ചെയ്തു, എന്താ പറയാ, ഞാൻ അവനുമായിട്ട് സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെട്ടു. എന്നിട്ട് അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ സെക്ഷൽ കോൺടാക്ട് ചെയ്ത ആൾക്കാരെ ഇപ്പം എന്താ പറയാ വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ 10 പേരുമായിട്ട് പോലും എനിക്ക് സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ടില്ല. എന്താ പറഞ്ഞേ? ആ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാട്ടെ. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ സെക്ഷൽ കോൺടാക്ട് ചെയ്ത ആൾക്കാരെ ഇപ്പം എന്താ പറയാ വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ 10 പേരുമായിട്ട് പോലും എനിക്ക് സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ടില്ല. അതെ, ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ സെക്സ് ചെയ്തിട്ടുള്ളൂ. വെറും 10 താഴെ മാത്രം. അത് വളരെ കുറഞ്ഞു പോയല്ലോ ചേച്ചി. എന്റെ അഭിപ്രായത്തിൽ ചേച്ചി ഒരു 10-50 ആൾക്കാരായിട്ടെങ്കിലും സെക്സ് ചെയ്യണമായിരുന്നു. എന്നാൽ കുറച്ചുകൂടെ നന്നായേനെ. അല്ല, നമ്മൾ നേരത്തെ കണ്ട ഇന്റർവ്യൂവിൽ ചേച്ചി എന്നും പറഞ്ഞിട്ടായിരുന്നു കരഞ്ഞത്. തന്നെ എല്ലാവരും വെടി എന്ന് വിളിക്കുന്നു പറഞ്ഞിട്ടാണല്ലോ കരഞ്ഞത്. കൊള്ളാം. എന്തായാലും ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാണെങ്കിൽ അത് സ്റ്റെറ്റ് ഷെയ്മിംഗ് ആയി മാറും. എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞോട്ടെ. ഇപ്പൊ അങ്ങനെ ഇങ്ങനെ തമാശയൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ പറയുമ്പോൾ നിനക്ക് 10 പേരുമായിട്ട് പോലും റിലേഷൻഷിപ്പില്ല, എന്നിട്ടാണോ നീ ഈ പേര് മൊത്തം കേൾക്കുന്നതെന്നൊക്കെ. ശരി, അപ്പൊ ചേച്ചിന്റെ ഫ്രണ്ട്സ് ഒക്കെ 10-ലധികം ആൾക്കാരായിട്ട് സെക്സ് ചെയ്ത ആൾക്കാരാണ് അല്ലേ? അപ്പൊ അതാണ് പ്രശ്നം. ആദ്യം ചേച്ചി ഒഴിവാക്കേണ്ട അവരായിട്ടുള്ള കൂട്ടുകെട്ടാണ്. എന്നാൽ പിന്നെ കുറെ വെടിയെന്നൊക്കെയുള്ള പേര് കുറഞ്ഞിട്ടു. എല്ലാവരും പറഞ്ഞു നോക്കി നിങ്ങൾ. ശ്രീലക്ഷ്മി ചേച്ചിന്റെ ഫ്രണ്ട്സ് ശ്രീലക്ഷ്മി ചേച്ചിയോട് പറഞ്ഞു പോലും 10 ആളായിട്ട് പോലും സെക്സ് റിലേഷൻഷിപ്പ് ഇല്ല, എന്നിട്ട് പോലും വെടി എന്ന പേര് കേൾക്കേണ്ടി വന്നു എന്നൊക്കെ. അല്ല, ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കണം എന്തല്ലേ ഈ പറഞ്ഞവളമാർക്ക് എന്ത് പേരിട്ട് വിളിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും കൊള്ളാം, ശ്രീലക്ഷ്മി ചേച്ചിയും കണക്ക് തന്നെ, ശ്രീലക്ഷ്മി ചേച്ചിയുടെ കൂട്ടുകാരൻ കണക്ക് തന്നെ, നല്ല ബെസ്റ്റ് കൂട്ടുകെട്ട് തന്നെ. എന്തായാലും ചേച്ചി ബാക്കി പറ. അപ്പം വളരെ കുറച്ച് സെക്ഷൽ റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതെ, വളരെ കുറച്ച്, 10 താഴെ മാത്രം. ഇനിയും അത് കൂട്ടി കൊണ്ടുവരാനുള്ള പദ്ധതിയിലാണ് ചേച്ചി അല്ലേ? ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് സെക്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് കല്യാണത്തിന് ശേഷമാണ്. പക്ഷെ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നും ഇല്ല കേട്ടോ. ചേച്ചി ഈ പ്രായത്തിൽ തന്നെ 10 എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി വരും കാര്യങ്ങളിൽ കൂടുതൽ ചേച്ചി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും മക്കളെ. മിക്കവാറും ചേച്ചിക്ക് ഇതിന്റെ പേരിൽ ഒരു ഗിന്നസ് റെക്കോർഡ് വരെ കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ചേച്ചി ബാക്കി പറയുന്നതായാലും. അപ്പം അതിനകത്ത് തന്നെ എന്താ പറയാ, ഒരു തവണ സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ട് വിട്ടുകളഞ്ഞ നമുക്ക്
നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയിട്ട് നമുക്ക് ഒരു രീതിയിലും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ആൾക്കാരെ വിട്ടുകളഞ്ഞ കേസുണ്ട്. അതെ, അതാണ് ചേച്ചിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇത് കണ്ട ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമ്മൾ ഈ ഷോറൂമിലൊക്കെ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി വെറുതെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കല്ലോ. അതേമാതിരി ചേച്ചി ഒരാളുമായി റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് ചേച്ചി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കും. എന്നിട്ട് ആൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ ചേച്ചി ആ വ്യക്തിയുമായി റിലേഷൻഷിപ്പിൽ ഏർപ്പെടുത്തുള്ളൂ. അതാണ് ചേച്ചി ഉദ്ദേശിച്ചത്. അതായത് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം സെക്സ് പിന്നെ ഫിക്സ്, അങ്ങനെയാണ് ചേച്ചിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. എന്തായാലും ചേച്ചി ഒന്ന് രണ്ട് ആൾക്കാരെ സെക്സിൽ ഏർപ്പെട്ടിട്ട് ഓക്കെ അല്ലാന്ന് തോന്നി ഒഴിവാക്കിയെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ചേച്ചിയുമായി റിലേഷൻഷിപ്പിൽ ആയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്രേക്കപ്പ് ആയാലും വലിയ നിരാശ ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. അതന്നെ, ബാക്കി പറഞ്ഞോട്ടെ. എന്തായാലും വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പയ്യനായിട്ട് സെക്ഷൻ വെറുതെ കാഷ്വൽ ആയിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. അതിനുശേഷം എന്ത് ചെയ്തു, ഭയങ്കര ആ സെക്സ് വളർന്നുകൊണ്ട് പിന്നെ പ്രേമമായി, അങ്ങനെ ഭയങ്കര പ്രേമമായി പോയി. അത് കുറെ കൊല്ലം കണ്ടിന്യൂ ചെയ്തു. പണ്ടൊക്കെ പ്രണയം എന്ന് പറഞ്ഞാല് കണ്ടു, ഒന്ന് സംസാരിക്കാൻ കൊതിച്ചു. അല്ല ഞാൻ അതൊക്കെ പണ്ട്. ഇപ്പൊ അങ്ങനൊന്നല്ല മക്കളെ. ഇപ്പൊ ആദ്യം കളി പിന്നെ പ്രണയം, അതാണ് രീതി. കളി ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കും. അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശ്രീലക്ഷ്മി ചേച്ചിയെ പോലുള്ള ആൾക്കാർ ഇന്ന് ആഘോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ ആ പ്രയത്നങ്ങൾ ആരും കാണാണ്ട് പോരുത്. മിക്കവാറും ഒരു ഓപ്പൺ സെക്സ് തലമുറയെ ശ്രീലക്ഷ്മി ചേച്ചിയെ പോലുള്ളവർ വാർത്തെടുക്കാനുള്ള എല്ലാ സാധ്യതയും ഞാനിവിടെ കാണുന്നുണ്ട്. ഇതാണ് ചേച്ചി ബാക്കി പറഞ്ഞോട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ പറഞ്ഞത് അത് ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ടിരുന്നത്. കണ്ടു, സംസാരിച്ചു, അങ്ങനെയൊക്കെ ആയിരിക്കും പ്രണയം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതെ, കാലഘട്ടം നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ ആ ചങ്ങ എന്തോ പറഞ്ഞു വന്നതായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ശ്രീലക്ഷ്മി തൊള്ളേ കയറി അങ്ങ് കസേരട്ടാഞ്ഞ്. ഞാനിപ്പോ എന്തും പറഞ്ഞ് അവനെന്തോ അവന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോയതായിരുന്നു. അതങ്ങ് ശ്രീലക്ഷ്മി നശിപ്പിച്ച്. അല്ലെങ്കിൽ ശ്രീലക്ഷ്മിക്ക് പണ്ടേ ഉള്ളതാണ് ഈ തൊള്ളേ കയറി കസേര ഇടുന്ന സ്വഭാവം. എന്നാൽ എന്തായിരിക്കും അവന് പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത് അല്ലേ? എന്താ ചേച്ചി ഇങ്ങനെ? ചേച്ചി ബാക്കി പറഞ്ഞാലും കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ പുറകിലേക്കാണ് പോകുന്നത്. ആൾക്കാർക്ക് ഫ്രീഡം ആയിട്ട് ജീവിക്കുകയാണ് വേണ്ടത്. അവർക്ക് എന്താണോ അവിടെയാണ് ആ ഫ്രീഡം ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ചെറിയ കുട്ടികൾ പ്രഗ്നന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാതിരി ചോദ്യം നമ്മുടെ പാടില്ല. നിങ്ങൾ ചെറിയ പ്രായത്തിൽ സെക്സിൽ ഏർപ്പെട്ടോളി, പക്ഷെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാം കൂടി അപ്പുറത്തുള്ള ആള് തലയിലിട്ട് കൊടുത്താൽ മതി. അപ്പൊ പിന്നെ നൈസായിട്ട് തടിയൂരാലോ അല്ലെ ശ്രീലക്ഷ്മി ചേച്ചി? എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. എന്താണ് അപ്പോ സെക്സിന് ഒരു വാല്യൂ നിങ്ങൾ കൊടുക്കുന്നത്? സെക്സിന് വാല്യൂ അത് പറഞ്ഞാൽ എന്റെ വാല്യൂ അല്ല നിങ്ങളുടെ. ഇപ്പൊ എന്റെ വാല്യൂ എന്ന് പറയുന്നില്ല. ഇപ്പൊ സെക്സിന് ഞാൻ കൊടുക്കുന്ന വാല്യൂ അത് ഓരോ സമയത്തും ഡിഫറെന്റ് ആണ്. അതെ. അത് പിന്നെ മൂഡിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ. നല്ല മൂഡുണ്ടോ നല്ല വാല്യൂ ആയിരിക്കും. ഇനി അഥവാ മൂഡ് കുറവാണെങ്കിലോ വാല്യൂ കുറവായിരിക്കും. അതാണ് ചേച്ചിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. എല്ലാ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ ചേച്ചി? ചേച്ചി ബാക്കി പറ. അതങ്ങനെ മനസ്സിലാക്കണം. സൈക്കോളജി പരമായിട്ട് നമ്മളൊരു 4 പേരായിട്ട് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ ആളായിട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വികാരവും ഇതിന്റെ ആ ഒരു ബോണ്ട് നഷ്ടപ്പെടുമെന്നാണ് സൈക്കോളജിസ്റ്റുകൾ. അത് സൈക്കോളജി തിയറി, ഇത് ശ്രീലക്ഷ്മി തിയറി. രണ്ടും എൻ്റർലി ഡിഫറെന്റ് ആണ് മക്കളെ. സൈക്കോളജി പ്രകാരം ചിലപ്പോൾ 4 ആളുമായി സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ 5ാമത്തെ ആളോട് നമുക്ക് മടുപ്പ് തോന്നിയേക്കാം. പക്ഷേ ശ്രീലക്ഷ്മി ചേച്ചിയുടെ തിയറി പ്രകാരം ഇനി 5 അല്ല 10 അല്ല 50 ആൾക്കാരായിട്ട് സെക്സിൽ ഏർപ്പെട്ടാലും നമുക്ക് വികാരം ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ശ്രീലക്ഷ്മി ചേച്ചിയുടെ തിയറി എന്ന് പറയുന്നത്. ഇത് വേറെ തന്നെ സ്പീഷീസ് ആണ് മക്കളെ. നിങ്ങൾ ഇതുവരെ കണ്ട പെണ്ണുങ്ങളുടെ ഗണത്തിൽ ശ്രീലക്ഷ്മി ചേച്ചിനെ ഉൾപ്പെടുത്താൻ നിൽക്കണ്ട. ഇത് വേറെ തന്നെ ഒരു സാധനമാണ്. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും റെഫറൻസ് കൊടുക്കണം കറക്റ്റ് ആയിട്ട്. റെഫറൻസ് എനിക്കത് തോന്നിയിട്ടില്ല. എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 4-5 പേരുമായിട്ട് സെക്സ് ചെയ്തിട്ട് അടുത്തവരായിട്ട് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. അതാണ് 4-5 പേരെന്നല്ല, ഇനി 10-20 ആൾക്കാരായിട്ട് സെക്സിൽ ഏർപ്പെട്ടാലും ചേച്ചിക്ക് എല്ലാം ഒരേപോലെയാണ്. എന്നാലും ഞാൻ ആലോചിക്കണതല്ല, ഈ പ്രായത്തിനടുക്ക് തന്നെ ചേച്ചി 10-20 ആൾക്കാരായിട്ട് സെക്സിൽ ഏർപ്പെട്ടല്ലോ. അതെങ്ങനെ ചേച്ചിക്ക് സാധിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചേച്ചിയുടെ കാലിബർ ഞാൻ സമ്മതിച്ചെന്ന് കേട്ടോ. ചേച്ചിനെ പോലെ ചേച്ചി തന്നെ കാണത്തുള്ളൂ. ബാക്കി പറഞ്ഞിട്ട് എന്തായാലും അത് അങ്ങനെ ഒരു സംഭവമല്ല. അത് നമ്മുടെ ഓരോ ലൈഫ് സ്റ്റേജിലും ഓരോ തരത്തിലാണ്. ഇപ്പൊ നമ്മൾ അഡോളസെന്റ് ഒരു 20-22 വയസ്സിൽ ഒരാളുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മെന്റൽ കണക്ഷനും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ അങ്ങനെ കുറച്ചുകൂടെ പൈങ്കിളി അത് അങ്ങനെ അത് നമ്മുടെ ജീവിത സാഹചര്യം പറയുമ്പോൾ നമ്മൾ വേറെ രീതിയിലായിരിക്കും. അതെ, അഡോളസെന്റിൽ സെക്സിൽ ഏർപ്പെടുമ്പോൾ വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. ഇനി അത് കഴിഞ്ഞ് യുവത്വത്തിലേക്ക് വരുമ്പോൾ അതും വേറെ എക്സ്പീരിയൻസ് ആണ്. എല്ലാം ചേച്ചി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒക്കെ ചേച്ചി എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. എന്നാലും എല്ലാ പ്രായത്തിലും ചേച്ചിക്ക് സെക്സ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് ചേച്ചി. ചേച്ചി ബാക്കി പറഞ്ഞാലും താങ്കൾ ഒരു 30 വയസ്സായി താങ്കൾ പറയുന്നു. താങ്കൾ ഇനി സെക്സ് ലൈഫിലേക്ക് പോകുമ്പോൾ താങ്കൾക്ക് പണ്ടത്തെ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് താങ്കൾ പറയുന്നത്. അത് നമുക്ക് അമ്മാതിരി ചോദ്യം പാടില്ല. ഇനി 35 അല്ലേ എത്ര പ്രായാലും ചേച്ചി അങ്ങോട്ട് നിറഞ്ഞു നിൽക്കും അല്ലേ ചേച്ചി? അങ്ങോട്ട് പറ ഉത്തരം ചേച്ചി. എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. താങ്കൾ ഇപ്പോ അഡോളസെൻസിലായാലും 20 വയസ്സിലെ ടീനേജിലായാലും ഒക്കെ താങ്കൾ ഫിസിക്കൽ റിലേഷൻ 18 വയസ്സ് വിചാരിച്ചേക്കല്ലേ എത്രങ്ങളാട്ടെ 20s 20ാമത്തെ വയസ്സിൽ എപ്പോഴെങ്കിലും താങ്കൾ ഒരു കുറച്ച് പേരായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് പറഞ്ഞു. താങ്കൾക്ക് ഇപ്പൊ 30 വയസ്സായി. താങ്കൾ ഇനി ഒരാളായിട്ട് ഫിസിക്കൽ റിലേഷൻ വേറൊരാളായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയി
സെക്സ് ചെയ്തു, താങ്കൾക്ക് പണ്ടത്തെ ഇന്റിമസി അല്ലെങ്കിൽ താങ്കൾക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്താ അംശം? 35 അല്ല 70 വയസ്സായാലും ആ ഫീലിങ്സ് അതുപോലെ ശ്രീലക്ഷ്മി ചേച്ചിക്ക് കിട്ടും. അതാണ് ശ്രീലക്ഷ്മി ചേച്ചിയുടെ ഒരു പ്രാവണ്യം എന്ന് പറയുന്നത്. നിങ്ങൾ എന്താ വിചാരിച്ചത് ഈ വിഷയത്തിൽ PhD എടുത്ത ആളാണ് നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത്? അതും ചുമ്മാ പേപ്പർ എഴുതി PhD എടുത്തല്ല, എക്സ്പീരിയൻസ് കൊണ്ട് PhD എടുത്ത ആളാണ്. ഇത് പ്രതിഭയാണ് മക്കളെ, പ്രതിഭാസമാണ് മക്കളെ. എന്റെ അഭിപ്രായത്തിൽ ശ്രീലക്ഷ്മി ചേച്ചിക്ക് ഒരു ബുക്ക് എഴുതായിരുന്നു, അതിന് എന്റെ 101 കമ്പിക്കഥകൾ എന്നുള്ള പേരും കൊടുക്കായിരുന്നു. പാലപ്പം പോലെ ബുക്ക് വിറ്റഴിഞ്ഞു പോകും. കാരണം അത്ര ഉണ്ടല്ലേ ചേച്ചിക്ക് എക്സ്പീരിയൻസ് പറയാൻ. 10-20 വയസ്സ് തൊട്ട് തുടങ്ങിയതല്ലേ ഈ പരിപാടി, ഇപ്പൊ 35 വയസ്സായിട്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് എക്സ്പീരിയൻസ് ചേച്ചിക്ക് കാണുമല്ലോ. അതൊക്കെ വെച്ചൊരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നന്നാവുന്നതാണ് എന്റെ അഭിപ്രായം. ഞാനൊരു സജഷൻ പറഞ്ഞെന്നുള്ളത് കേട്ടോ. ചേച്ചിക്ക് അതൊരു വരുമാന മാർഗ്ഗമാവേ. എന്നാലും ചേച്ചി ബാക്കി പറഞ്ഞിട്ടോ. നമ്മൾ എങ്ങനെയാണെന്നറിയോ, ഞാൻ ഇതിനെ കാണുന്നത് ഒരു ട്രയൽ ആൻഡ് എററിലെ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ ഒരു സെക്സ് ലൈഫിനെ ഞാൻ എപ്പോഴും ചൂസ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, ഒരാളെക്കാളും ബെറ്റർ ആയിരിക്കും അടുത്തയാള് എല്ലാ കാര്യത്തിലും. അതായത് നമ്മൾ ആദ്യം ചിലപ്പം നമ്മുടെ സ്വഭാവത്തിൽ മാത്രമായിരിക്കും ആകൃഷ്ടരാകുന്നത്, സെക്സിനകത്ത് ആകർഷാവില്ല. രണ്ടാമത്തെ വരുമ്പോൾ സ്വഭാവവും സെക്സും ഓക്കെ ആയിട്ടുള്ള ആളായിരിക്കും. മറ്റൊന്ന് വരുമ്പോൾ കുറച്ചുകൂടെ ടോക്സിക് ആയിട്ട് കുറച്ച് സമാധാനം തരുന്നത്. അങ്ങനെ നമ്മൾ കൂടുതൽ ഫിൽറ്റർ ചെയ്ത് കൂടുതൽ എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ല, അത് പിന്നെ അങ്ങനെ വരത്തുള്ളൂ. കാരണം ചേച്ചി ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്ന പരിപാടി എന്താണ്? അയാളുമായി സെക്സ് ഓക്കെ ആണോ എന്നുള്ളതാണ് അല്ലേ. അത് ഓക്കെ ആകുന്ന പക്ഷമാണ് ചേച്ചി ഒരാളുമായി റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഒന്നിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളതല്ലേ ചേച്ചി അടുത്തതിന് ചൂസ് ചെയ്യത്തുള്ളൂ. എന്തായാലും ചേച്ചിന്റെ പരിപാടി കൊള്ളാം. ചേച്ചി ബാക്കി പറയുന്നതല്ലോ. ഓരോ ആൾക്കാരായിട്ട് സെക്സ് ചെയ്യുമ്പോൾ താങ്കൾ അതിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യും. എല്ലാം കൂടി ഞാൻ പറയുന്നത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യാതെ നമ്മൾ ഓരോ ഇപ്പൊ എന്റെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ നീണ്ടുന്നത്. എന്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് 7 വർഷം, അത് കഴിഞ്ഞിട്ടുള്ള 4 വർഷം, അങ്ങനെയൊക്കെയാണ് എന്റെ റിലേഷൻഷിപ്പ്. ഞാൻ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുണ്ട്, അതിൽ കമ്മിറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. അതെ, എന്റെ റിലേഷൻഷിപ്പ് വർഷങ്ങൾ നീളുന്ന റിലേഷൻഷിപ്പ് ആണ്. ഞാൻ കൂടിപ്പോയ ഒരാളായിട്ട് 3-4 വർഷം റിലേഷൻഷിപ്പിൽ ഏർപ്പെടും. അത് കഴിഞ്ഞാണെങ്കിൽ അടുത്ത ആളെ തേടി പോകും. പക്ഷെ ഞാൻ റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആണ് കേട്ടോ. ഇത് എന്ത് തരം കമ്മിറ്റ്മെന്റ് ആണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. വല്ലാത്തൊരു കമ്മിറ്റ്മെന്റ് തന്നെ കേട്ടോ. റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ചേച്ചി ബാക്കി പറ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് നിന്ന് ബെറ്റർ, അതായത് നമുക്ക് ഒരാളുമായിട്ട് ബ്രേക്കപ്പ് ആകുമ്പോൾ അറിയാലോ ഇയാളുടെ എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത്. സെക്സ് ലൈഫ് മാത്രമല്ല ബാക്കിയുള്ള ഇമോഷണലും അങ്ങനത്തെ പൊളിറ്റിക്കലും ഒക്കെ ആയിട്ടുള്ള ലവ് എന്നൊക്കെ പറയുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച്. അപ്പം പൊളിറ്റിക്കലും അങ്ങനെ എല്ലാ എലമെന്റും കൂടെ കൂടുതൽ ഫിൽട്ടർ ചെയ്ത് കൂടുതൽ നല്ല ബെറ്റർ ആളെയാണ് ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ താങ്കൾ ഒരാളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതില്ല കല്യാണമില്ല. ശരി, കല്യാണല്ലേ, അപ്പൊ പിന്നെ ലിവിങ് ടുഗദർ ആയിരിക്കും. ഇപ്പൊ ലിവിങ് ടുഗദർ ആണല്ലോ ന്യൂജൻ പിള്ളേരുടെ ഒരു ഫാഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ചേച്ചി ലിവിങ് ടുഗദർ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ലിവിങ് ടുഗദർ ആണ് ഇഷ്ടം? ഇല്ല, അതുമില്ല. ശരി, അപ്പൊ ലിവിങ് ടുഗദറും ഇല്ലേ? പിന്നെ എന്താണാവോ? ഒരു ഓപ്പൺ സെക്സ് ലൈഫ് ജീവിതമാണോ ചേച്ചി ഉദ്ദേശിക്കുന്നത്? എന്താണാവോ ചേച്ചി എന്നെ പറഞ്ഞാട്ടെ. എന്തായാലും വെറുതെ ഒരു കാഷ്വൽ ആയിട്ട് ഒരാൾ എനിക്ക് ആത്മാർത്ഥ പ്രേമം ഇല്ലാത്ത എല്ലാവരോടും എനിക്ക് ഇതുവരെ പ്രേമിച്ച അതാണ് നമ്മുടെ പ്രേമത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. കല്യാണമൊന്നും അല്ല. അതായത് നമുക്ക് അത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രേമിച്ച് കുറച്ച് കാലം കഴിയുമ്പോഴേ ആ പ്രേമം അങ്ങ് വറ്റിപ്പോവും. വറ്റാനത് എന്താ വല്ല കറവ് പശു എങ്ങാനാണോ? പ്രേമിച്ച് കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാണെങ്കിൽ പ്രേമം വറ്റി പോകും പോലും. അതായത് ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഒരാളെ പ്രണയിച്ച് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കും അയാൾ മടുക്കുമെന്നർത്ഥം. പിന്നെ ചേച്ചി വേറെ നോക്കില്ല, അടുത്ത ആള് തേടി പോകും. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ചേച്ചി റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആണ് കേട്ടോ. എന്തായാലും ചേച്ചിയെ പോലെ ഇത്ര കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ചേച്ചിനെ നേരിൽ കാണുമ്പോൾ ഇതിന്റെ പേരിൽ ഒരു അവാർഡ് തരണമെന്നാണ് എന്റെ ആഗ്രഹം. അത് ഇത്ര എഫേർട്ട് എടുത്ത് റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ബാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ അതുകൊണ്ട് വറ്റിപ്പോകുന്ന വെച്ചാൽ നമ്മൾ ഭയങ്കര പരിചിതമായിട്ട് നമ്മൾ ആ പ്രേമം അങ്ങ് വറ്റിപ്പോകും. അപ്പം കുറച്ച് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട കാര്യമില്ല. ഇത് എന്റെ ലൈഫ് ആട്ടോ. നിങ്ങൾക്ക് ആൾക്കാരും കല്യാണം കഴിച്ചാൽ ജീവിക്കാം. നിങ്ങളുടെ കാര്യമൊന്നും പറയുന്നില്ല. താങ്കളുടെ പെർസ്പെക്ടീവില് പ്രണയിച്ച് നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിയുമ്പോൾ അടുത്ത ആളെ പ്രണയിക്കുക, സ്വിച്ച് ചെയ്ത് നല്ലത്. അതെ, എനിക്ക് അങ്ങനെ ഇഷ്ടം. എന്റെ ലൈഫ് എനിക്ക് അങ്ങനെ ഇഷ്ടം. അതെ. ആ പറയുമ്പോൾ ഒരു സന്തോഷം നോക്കി നിങ്ങള് 14 വോട്ടിന് ബൾബ് എത്തിച്ച പോലെ ഉണ്ട്. എനിക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്നൊക്കെ. ഇതെങ്ങനെ ഇത്ര സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കുന്നു ചേച്ചി? സമ്മതിച്ചെന്ന് കേട്ടോ. ചേച്ചി എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഓക്കെ, അപ്പൊ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് താങ്കൾ പ്രണയത്തിൽ നിരീക്ഷിക്കുന്നത്, കാണുന്നതും? സമാധാനം, അതാണ് നമുക്ക് ഏറ്റവും അധികം വേണ്ടത്. അതെ, സമാധാനമാണ് ചേച്ചിക്ക് വലുത്. ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം സെക്സ് ചെയ്യുക, ചേച്ചിനെ അങ്ങ് വിടുക. പിന്നെ അടുത്ത തവണ സെക്സിന് ആവശ്യം ഉണ്ടാകുമ്പോഴോ മറ്റു വല്ല ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചോളും. അങ്ങോട്ട് ചേച്ചിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. എന്റെ അഭിപ്രായത്തിൽ ചേച്ചി ഒരു തങ്കാണ് കേട്ടോ. ചേച്ചിനെ പോലുള്ള ആൾക്കാർ കിട്ടാൻ വേണ്ടി ഇന്നത്തെ ആണുങ്ങൾ ക്യൂ നിൽക്കും. കാരണം ഇന്നത്തെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരാജയം എന്താണ്? വിളിക്കുന്നില്ല, കയറുന്നില്ല എന്നൊക്കെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ചേച്ചിനെ പോലും ചിന്തിക്കുന്ന പെൺകുട്ടികൾ ഇന്ന് വളരെ റയറാണ്. എന്തുകൊണ്ട് ചേച്ചി ഒരു തങ്കക്കുടമാണെന്ന് ഞാൻ പറയും. ചേച്ചി ബാക്കി പറ. നല്ല സമാധാനം തരുന്ന ഒരാള് നമുക്ക് ഒന്നാമത്തെ കാര്യം എവിടെ പോകും വിളിച്ചോണ്ടിരിക്കാൻ പാടില്ല. എനിക്ക് സമാധാനമാണ് എന്റെ റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സമാധാനം തന്നു കഴിഞ്ഞാല് ബെഡിൽ ആള് വീക്കാണെങ്കിൽ താങ്കൾ ആളെ ഒഴിവാക്കില്ലേ? അത് എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. അത് നമുക്ക് അതെനിക്ക് ഇപ്പൊ അറിയത്തില്ലല്ലോ. അതെങ്ങനെയാണ് വീക്കാവാ? ടെസ്റ്റോസ് നടത്തിയിട്ടല്ലേ പുള്ളിക്കാർ ഒരാളെ സെലക്ട് ചെയ്യുന്നത് തന്നെ. എല്ലാം കൊണ്ടും ബെഡിൽ ഓക്കെ ആണെന്ന് നോക്കിയിട്ട് പുള്ളിക്കാർ ഒരാളുമായി റിലേഷൻഷിപ്പിൽ ഏർപ്പെടാറുള്ളൂ. അപ്പൊ പിന്നെ ബെഡിൽ വീക്ക് ആണെങ്കിൽ താങ്കൾ ഒഴിവാക്കില്ല എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ല. എന്തുകൊണ്ട് ബെഡിൽ സ്ട്രോങ് ആയിട്ട് ആളെ 30 സെലക്ട് ചെയ്യത്തുള്ളൂ? ഇതൊന്നും ഇത്രയും പറഞ്ഞിട്ട് അവതാരകന് മനസ്സിലായില്ലാവോ?
എന്തായാലും ബാക്കി പറ. താങ്കൾ പറഞ്ഞു എനിക്ക് ഫിസിക്കലായിട്ട് ഞാൻ ഇപ്പൊ എന്റെ നിലവിൽ ഇപ്പോൾ ഉള്ള ബോയ് ഫ്രണ്ട് ഒക്കെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് എനിക്ക് സമാധാനം തരുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ നമുക്കൊരു പ്രായമാകുമ്പോൾ ഇതൊക്കെ തന്നെ നിൽക്കില്ല. അപ്പൊ അടുത്ത ആൾക്ക് സ്വിച്ച് ചെയ്യാന്നുള്ളതാണോ? പ്രായമാകുമ്പോൾ അന്നല്ല, അത് കഴിയുമ്പോൾ എന്നെ ആരെങ്കിലും വെട്ടിക്കൊല്ലിച്ചത് അത് പ്രായമാകുന്ന അന്നേരം വിചാരിക്കാം. ശരി. അപ്പൊ ചേച്ചിക്ക് അതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഒരു 19 വയസ്സാകുമ്പോഴേക്കും ആരെങ്കിലും ചേച്ചിനെ വെട്ടിക്കൊന്നോളൂ എന്നുള്ളത് നല്ലതാവേ. ആ ഒരു ബോധ്യം ഉണ്ടാവുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ചില ബാക്കി പറഞ്ഞാട്ടെ. ആരും തല്ലിക്കൊല്ലും ഒക്കെ ചെയ്തോളും. അത് പ്രായമാകുന്ന താങ്കൾ ഒരു ടീച്ചറാണ്. ടീച്ചറായിട്ട് താങ്കളുടെ കുട്ടികളൊക്കെ കാണുമ്പോൾ അവരും ചിന്തിക്കുക ഇത് തന്നെയാവില്ലേ? അവര് ചിന്തിച്ച് അവരും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. അതെ, അവര് ഇതിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. നല്ല ബെസ്റ്റ് ടീച്ചർ തന്നെ. ടീച്ചറെ ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടാൻ നമ്മളൊക്കെ എന്താണോ ചെയ്യേണ്ടത്? അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ കേട്ടോ. ടീച്ചർ ബാക്കി പറ. ചിന്തിക്കുകയാണ് നല്ലത്. കാരണം ഇത് നമ്മൾ കൂടുതൽ നമ്മൾ സത്യം പറഞ്ഞാൽ പിള്ളേർ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിള്ളേരൊക്കെ ഓൾറെഡി ഇതൊക്കെ തന്നെ ചിന്തിച്ചോടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിള്ളേർ കുറച്ചുകൂടെ, അതായത് പിള്ളേർ കാണുന്നില്ല ജപ്പാനീസ് സീരീസ്, മറ്റേ കൊറിയൻ സീരീസ്, അവരൊക്കെ വേറെ വൈബില് വേറെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരൊക്കെ വേറെ ലോകത്ത്. അതായത് ഇവർക്ക് കേരള സമൂഹമായിട്ട് ജപ്പാനീസ് സീരീസും എനിമയൊക്കെ കണ്ടുന്ന പിള്ളേർ തന്നെയാണ് ഇപ്പോ 8ാം ക്ലാസ്സിലും ഗർഭിണിയാവുന്നതും 7ാം ക്ലാസ്സിൽ ഗർഭിണിയാവുന്നതൊക്കെ. അത് അവിടെ സെക്ഷ്വാലിറ്റി എഡ്യൂക്കേഷൻ നമ്മുടെ കരിക്കുലത്തിൽ ഇല്ലാത്തതിന്റെ അപര്യാപ്തതയാണ്. എന്താണ് ചേച്ചി സെക്സ്വാലിറ്റി എഡ്യൂക്കേഷനോ? സെക്സ്വാലിറ്റി എഡ്യൂക്കേഷൻ അല്ലേ ചേച്ചി? സെക്സ് എഡ്യൂക്കേഷൻ. സെക്സ്വാലിറ്റി വേറെ, സെക്സ് വേറെ. സെക്സ് എന്ന് പറയുന്നത് ലൈംഗികത. സെക്സ്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആണ്, പെണ്ണ്, ട്രാൻസ്ജെൻഡർ, അങ്ങനത്തെ വേർതിരിവുകൾ ഉണ്ടല്ലോ, അതിനാണ് സെക്സ്വാലിറ്റി എന്ന് പറയുന്നത്. അതുപോലും ചേച്ചിക്ക് അറിയത്തില്ലേ? എന്നിട്ടാണ് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വന്നേക്കുന്നത്. എന്തായാലും കൊള്ളാൻ ചേച്ചി. ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. സെക്സ്വാലിറ്റിയുടെ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതിലുപരി നിങ്ങളൊരു പ്രായപൂർത്തിയായി, നിങ്ങൾക്കൊരു ജോലി, അതിനുശേഷം ഈ സെക്സിലും കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടുകൂടെ എന്ന് ഒരു ടീച്ചർ എന്ന എനിക്ക് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും? അങ്ങനൊന്നുമില്ല. ആദ്യം സെക്സ്, പിന്നെ മതി ബാക്കിയെല്ലാം. ജോലിയും കൂലിക്ക് പിന്നെ മക്കളെ. നമുക്ക് ആദ്യം വേണ്ട എന്താണ്? അതാണ് ശ്രീലക്ഷ്മി ചേച്ചിയുടെ പോളിസി അല്ലേ? ബാക്കി പറയുന്നതായിരുന്നു. അതാണ് അത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഫിസിക്സ് പഠിപ്പിക്കാൻ പോകുന്ന ഒരു ടീച്ചർ, ഞാൻ അവിടെ പോയി ഇത് പറഞ്ഞ എന്തുമായിരിക്കും പിറ്റേ ദിവസം വരുന്നത്? എന്തുമായിരിക്കും പറയുന്നത്? അതായത് അതാണ് ചേച്ചിക്ക് അവസരം കിട്ടാഞ്ഞിട്ടാണ്. ചേച്ചിക്ക് അവസരം കിട്ടി നോക്കട്ടെ മക്കളെ. ചേച്ചി കസർത്തിയനെ. ചേച്ചി ബാക്കി പറ. നിങ്ങൾക്ക് സ്കൂൾ സിസ്റ്റത്തെ പറ്റി അറിയത്തില്ല. ഞാനിപ്പോ സ്കൂൾ സിസ്റ്റത്തിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്കൂൾ സിസ്റ്റത്തിലാണ് ഞാൻ ഓരോ വീട്ടുകളിൽ പോയി ഓരോ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ട്യൂഷനാണ് എടുക്കുന്നത്. എന്നാലും ചേച്ചിന്റെ കൂടെ ഒക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ അയക്കുന്ന പാരന്റ്സിന്റെ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. സമ്മതിച്ചെന്ന് കേട്ടോ അവരൊക്കെ. ബാക്കി പറഞ്ഞോട്ടെ ചേച്ചി. നമ്മളിപ്പോ അത് പറയുവാണെങ്കിൽ ഈ കുട്ടികൾ വീട്ടിൽ പോയി എന്തായിരിക്കും പറയുന്നുണ്ടാവുക? അവർ നമ്മളോട് സെക്സിനെ പറ്റി അവരുടെ പാരന്റ്സിനെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാലോ, പ്രശ്നമില്ലല്ലോ. ആ പാരന്റ്സിനോട് അങ്ങനെ ഞാൻ പറയട്ടെ, ഞാൻ സ്കൂൾ സിസ്റ്റത്തിലല്ല ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് സ്കൂൾ സിസ്റ്റത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിൽ നമുക്ക് ഫ്രീഡം ഉള്ള പാരന്റ്സ്. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള വീടുകൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് ഇല്ല. അപ്പൊ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് സ്പേസ് ഉള്ള വീടുകളുണ്ട്, പുരോഗമനപരമായിട്ടുള്ള വീടുകളുണ്ട്. അവിടെ നമ്മൾ കുട്ടികളും പാരന്റ്സും എല്ലാം ഒരുമിച്ച് ഇങ്ങനത്തെ കാര്യത്തെ പറ്റി സംസാരിക്കാറുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്പേസ് കിട്ടാത്തതുകൊണ്ടാണ് ചേച്ചിക്ക്. സ്പേസ് കിട്ടിയെടുത്തൊക്കെ ചേച്ചി അങ്ങോട്ട് കത്തി കയറിയിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് കത്തി കയറാനാണ് ചേച്ചിന്റെ തീരുമാനം. ചേച്ചി നിങ്ങൾ വിചാരിച്ചിടത്തൊന്നും നിൽക്കില്ല മക്കളെ. ഒരു ഓപ്പൺ സെക്സ് സമൂഹത്തെ വാർത്തെടുക്കണം. അതാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് ചേച്ചി രാപ്പകലില്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. പഠിപ്പിക്കുന്ന കുട്ടികളുടെ പാരന്റ്സിനെ പോലും ചേച്ചി കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചേച്ചിനെ പോലും ചേച്ചി മാത്രമേ കാണത്തുള്ളൂ എന്നുള്ളത്. ചേച്ചി ബാക്കി പറഞ്ഞാലും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ ഒരു സ്റ്റുഡന്റ് ഞാനൊരു പ്ലസ് ടു തോറ്റൊരു സ്റ്റുഡന്റ് ആയിരുന്നു അവൻ. അപ്പൊ ഞാൻ സേ എഴുതി പഠിപ്പിക്കാൻ വേണ്ടിയാണ് പോയത്. അത് 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവൻ കോളേജിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ഇവൻ എന്നെ ഒരു ദിവസം വിളിക്കുന്നു. എന്നിട്ട് എന്നോട് ചോദിക്കണം, ടീച്ചറെ സെക്സ് ചെയ്യുമ്പോൾ 2 കോണ്ടം ഇട്ട് സെക്സ് ചെയ്യണോ 1 കോണ്ടം ഇട്ട് സെക്സ് ചെയ്യണോന്ന്? അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് അങ്ങനെ ചോദിച്ചത്? അത് 2 കോണ്ടം ഇട്ടാൽ കുറച്ച് സേഫ്റ്റി ആയിരിക്കുമല്ലോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, 2 കോണ്ടം ഒരിക്കലും ഇടരുത്, അത് ഫ്രിക്ഷൻ കാരണം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്റെ സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ടീച്ചറിനെ വിളിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ അവർക്ക് കുറച്ചു കാലം പഠിപ്പിച്ചപ്പോഴേക്കും ഇമാതിരി ഡൗട്ടൊക്കെ ചോദിക്കാൻ മാത്രമുള്ള ലെവലിലേക്ക് നിങ്ങളുടെ ഗുരുശിശു ബന്ധം വളർന്നു അല്ലേ? എല്ലാവരും അവന് ടീച്ചറെ വിളിച്ച് ചോദിച്ച ഡൗട്ട് നോക്കണം നിങ്ങൾ. 2 കോണ്ടിട്ട് ചെയ്താണെങ്കിൽ കുഴപ്പമുണ്ടോ, കോണ്ടും പൊട്ടിപ്പോകുന്നൊക്കെ. എന്തായാലും കൊള്ളാം, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ചേച്ചി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ആരും ചേച്ചിനെ വെടിയെന്നൊന്നും വിളിക്കരുത് കേട്ടോ. അത് ചേച്ചിക്ക് ഹേർട്ടാകും. അങ്ങനെ ഒന്നും ആരും വിളിക്കരുത്. വേണമെങ്കിൽ മറ്റേതെങ്കിലും പേരിട്ട് വിളിച്ചോളി. എന്നാലും കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.